ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സൂപ്പർ കപ്പിൽ ഇത്തവണയും 6 വിദേശ താരങ്ങളെ അറ്റ് എ ടൈം ഫീൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ഏതൊക്കെ ടീമിനാണ് ഈ ഒരു അവസരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യത ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. അതിന് മുൻപ് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. 3 ഐ ലീഗ് ടീമുകൾ ഏതൊക്കെയെന്നുള്ളൊരു കൺഫർമേഷനും പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇന്റർകാശി, ചർച്ചിൽ ബ്രദേഴ്സ് ആൻഡ് ഗോകുലം കേരള എന്നീ ടീമുകളാണ്. ഇതിൽ ഇന്റർകാശി ബംഗളൂരു എഫ് സിക്കെതിരെയും മോഹൻ ബഗാനെതിരെയാണ് ചർച്ചിൽ ബ്രദേഴ്സ് കളിക്കുന്നത്. ആൻഡ് ഗോകുലം കേരള കളിക്കുന്നത് എഫ് സി ഗോവയ്ക്കെതിരെയുമാണ് എന്നുള്ള ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോക്കൗട്ട് ടൂർണമെന്റ് ആയിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ, സെമി എന്നീ ഘട്ടങ്ങളിൽ 90 മിനിറ്റ്സിൽ മത്സരം സമനിലയാണെങ്കിൽ എക്സ്ട്രാ ടൈം ഉണ്ടാവില്ല, ഡയറക്റ്റ് പെനാൽറ്റിയിലായിരിക്കും. എന്നാൽ ഫൈനലിൽ എക്സ്ട്രാ ടൈം ഉണ്ടാകും, പെനാൽറ്റി ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. അതായത് ഈ 6 വിദേശ താരങ്ങൾ എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം പലരും ചിന്തിക്കുക ഏറ്റവും ക്വാളിറ്റി 6 വിദേശ താരങ്ങളുള്ള ടീമിനല്ലേ ഏറ്റവും സാധ്യതകൾ ഉണ്ടാകുക എന്നുള്ളത്. അതിലിപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ പലയിടത്തും കണ്ടു, മോഹൻ ബഗാൻ ഈ സൂപ്പർ കപ്പ് ഇങ്ങ് തൂക്കും, കാരണം അവർക്ക് ഏറ്റവും ബെസ്റ്റ് 6 വിദേശ താരങ്ങൾ അവർക്ക് തന്നെയല്ലേ ഉള്ളത്. എന്നാൽ ഞാൻ അതല്ല സംസാരിക്കാൻ പോകുന്നത്. ഇതിലൊരു ബാലൻസ്ഡ്, അതായത് ഓരോ പൊസിഷൻസിലും ഇപ്പോൾ 6 വിദേശ താരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 6 വിദേശ താരങ്ങളെ മറ്റേ ടൈം ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയണ്ടേ? ആ സാഹചര്യവും കൂടി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. കാരണം അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലേ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് 6 വിദേശ താരങ്ങളെയും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ടീമുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എഫ് സി ഗോവ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ബംഗളൂരു എഫ് സി ആൻഡ് മുംബൈ സിറ്റി എഫ് സി എന്നീ ടീമുകളാണ്. അപ്പം എഫ് സി ഗോവയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഒടയുണ്ണിൻ്റെ ഉണ്ട്, ഡി എം എന്ന നിലയിൽ കാളിനെ കളിപ്പിക്കാം, അതുപോലെ സി എം എന്ന നിലയിൽ ബോർഹയെ കളിക്കാം, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഇക്ക കൊറക്സനെയും, ലെഫ്റ്റിൽ റാച്ചിച്ചിനെയും, സെൻട്രൽ ഫോർവേഡിൽ അർമാൻഡോ സാദിക്കും. അങ്ങനെ 6 വിദേശ താരങ്ങളെയും അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് മുംബൈ സിറ്റി എഫ് സിയുടെ കാര്യം ഒന്ന് എടുക്കുന്ന സമയത്തും സെൻട്രൽ ബാക്സ് എന്ന നിലയിൽ 2 താരങ്ങൾ, തൈക് റോമ ആൻഡ് ടിരി, ആൻഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ യോൻ വാനീഫ്, ആൻഡ് മറ്റൊരു മിഡ്ഫീൽഡർ എന്ന നിലയിൽ ജോൺ ടോറൽ, ലെഫ്റ്റിൽ ജോർജ് മെൻഡസ്, ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ നിക്കാലസ് കാരലിസ് എന്നീ താരങ്ങളെയും കളിപ്പിക്കാനായിട്ട് സാധിക്കും. അതും 6 താരങ്ങളും വ്യത്യസ്ത പൊസിഷനിലാണ് എന്നുള്ളതാണ് ഇവിടുത്തെയും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബംഗളൂരു എഫ് സിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സെൻട്രൽ ബാക്കിൽ ജോവാനോവിച്ചിനെ കളിപ്പിക്കാം, ആൻഡ് ഡി എം എന്ന നിലയിൽ ക്യാപ്പോ, ഒരു എ എം ഓർ സി എം അങ്ങനെയൊക്കെയുള്ള റോൾസിലാണെങ്കിലും ആൽബർട്ടോ നൊഗുരെ കളിപ്പിക്കാനായിട്ട് സാധിക്കും. ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് എഡ്ഗർ, റൈറ്റിൽ റയൻ വില്യംസ്, ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഓർഹെ ഡയസ് പെരേര ഇങ്ങനെ കളിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹംസ റെഗുറോയ് അവൈലബിൾ ആവുന്നൊരു സാഹചര്യമാണെങ്കിലും ഈ ഒരു 6 പേരെ ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നെസ്റ്റർ, ഗുല്ലമോ, അലാദീൻ, അതുപോലെ ബെമ്മാമർ, ഈ സെൻട്രൽ ബാക്സിൽ 2 താരങ്ങളിൽ സബാക്കോ ആൻഡ് ഹംസ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു രീതിയും പറ്റും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ മോഹൻ ബഗാനിൽ എന്തുകൊണ്ട് അത് സാധ്യമാകുന്നില്ല. ഇപ്പോൾ സെൻട്രൽ ബാക്സിൽ 2 താരങ്ങളെ ഉപയോഗിക്കാനായിട്ട് വരും, വിദേശ താരങ്ങളെ. എന്നാൽ അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം സ്റ്റുവർട്ട്, അതുപോലെ പെട്രട്ടോസ്, കമ്മിൻസ്, മക്ലാറൻ, ഈ താരങ്ങളെയൊക്കെ എങ്ങനെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യുമെന്ന് പറയുന്നൊരു പ്രശ്നമാണ്. കാരണം ഇപ്പം സ്റ്റുവർട്ട് ആണെങ്കിലും അതുപോലെ പെട്രട്ടോസ് ആണെങ്കിലും ഒരേ പൊസിഷനിൽ എ എമ്മിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അതിൽ കമ്മിൻസ് ആണെങ്കിലും അതുപോലെ മക്ലാറൻ ആണെങ്കിലും സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കും. ഇപ്പം ഒരു 4-4-2 കളിപ്പിക്കുകയാണെങ്കിൽ 2 സെൻട്രൽ ഫോർവേഡ്സിനെ കളിപ്പിക്കാം. അല്ലാണ്ട് ഈ 2 എ എംസിനെയൊക്കെ ഒന്നിച്ച് കളിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ഫോർമേഷനിലൊക്കെ മൊത്തത്തിലൊരു ചേഞ്ച് വരുത്തിയിട്ട് വല്ല 4-2-2-2 പോലെ അങ്ങനത്തെ എന്തെങ്കിലും കളിപ്പിക്കേണ്ടി വരും. പൊതുവേ ഒരു ഫോർമേഷനിൽ സ്വിച്ച് ചെയ്യുന്നൊരു പരിശീലനമായിട്ടാണ് നമുക്ക് മൊലീനെ തോന്നിയിട്ടുള്ളത്. ഇനി ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം എടുക്കുമ്പോഴും ഇങ്ങനെ സംഭവമുണ്ട്. ഇപ്പം സെൻട്രൽ ബാക്കിൽ ഹെക്ടറിനെ കളിപ്പിക്കാം, ആൻഡ് ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന നിലയിൽ സോൾ ക്രോസ്ബോയെ കളിപ്പിക്കാം. പക്ഷേ ബാക്കിയുള്ള മുന്നേറ്റ താരങ്ങൾ ആണ് 4 പേരും എന്നുള്ളതാണ്. അപ്പോൾ സെലിസ് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കും, ബാക്കി 3 സെൻട്രൽ ഫോർവേഡ്സ് ആണ്. എന്താണെങ്കിലും 3 സെൻട്രൽ ഫോർവേഡ്സിനെ ഒന്നിച്ച് കളിപ്പിക്കാനായിട്ട് പറ്റില്ല. ഒരു 4-5 താരങ്ങളൊക്കെ തന്നെ അറ്റ് എ ടൈമിൽ കളിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ആനുകൂല്യമുണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഒരു ഫോർണറായി കളിപ്പിച്ചിട്ട് നമുക്ക് നോവയും ലൂണയും ഒന്നിച്ച് കളിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത്. ആ ഒരു സാഹചര്യം ഇവിടെ പോസിബിൾ ആകും. 6 താരങ്ങൾ ഒന്നിച്ച് കളിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ 5 താരങ്ങൾ നമുക്ക് അറ്റ് എ ടൈമിൽ നമ്മളുടെ ഈ ഒരു സ്ക്വാഡിൻ്റെ ഒരു പരിപാടിയൊക്കെ വെച്ചിട്ട് കളിപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതേ രീതിയിൽ ഇപ്പം ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെയൊക്കെ അവൈലബിലിറ്റി പ്രശ്നങ്ങളുള്ള മറ്റ് ചില ഇപ്പം ഹൈദരാബാദ് എഫ് സിയോ അല്ലെങ്കിൽ ജംഷഡ്പൂർ എഫ് സിയോ പഞ്ചാബ് എഫ് സിയോ ഇങ്ങനത്തെയൊക്കെ ടീമിന് പറഞ്ഞാൽ അറ്റ് എ ടൈം 5 പ്ലെയേഴ്സിനെ കളിപ്പിക്കാനുള്ള ഒരു രീതിയിലേക്ക് മാറാനായിട്ട് പറ്റും. സോ ഇതാണ് സാധ്യതകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം പറഞ്ഞ പോലെ 6 വിദേശ താരങ്ങൾ ഒന്നിച്ച് കളിപ്പിച്ച് അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ടീമിന് തന്നെ ആയിരിക്കും സാധ്യത. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 5 പേരെ കളിപ്പിക്കാൻ പറ്റും, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ പുതിയ പരിശീലനമാണ്, അദ്ദേഹത്തിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സൂപ്പർ കപ്പോട് കൂടിയേ മനസ്സിലാകത്തുള്ളൂ. ഫസ്റ്റ് മാച്ച് തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ഒരു മത്സരമാണ് വരാനിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസർ മെഡിക്കോണേഷൻ സൈനിങ് ഓഫ്.